പറ. ഇനി നിന്റെ സാമ്രാജ്യം ഇതാണ്. ഇവിടെ പലരും ശവം കൊണ്ടുവരും. അവരെയൊക്കെ സ്വീകരിച്ച് ശവക്കൂലി വാങ്ങിയ ശേഷം മാത്രമേ അകത്തേക്ക് കടത്തിവിടാവൂ. ബന്ധുക്കളും മിത്രങ്ങളും ഉള്ളവരുടെ ശവദാഹ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണമെന്നില്ല. അനാഥ ശവങ്ങളോ ആശ്രയമറ്റ ആൾക്കാരോ വന്നാൽ ശവം ദഹിപ്പിക്കാൻ നീ സഹായിക്കണം. എല്ലാ പേരിൽ നിന്നും ശവക്കൂലി കൃത്യമായി വാങ്ങുകയും വേണം. ശരി. ഇത് എന്റെ യജമാനൻ വീരബാഹുവിന്റെ ദണ്ഡാണ്. ഇതാണ് ഇനി മുതൽ നിന്റെ ആയുധം. നിന്റെ ഈ രാജകീയ വേഷമെല്ലാം ഇങ്ങോട്ട് അടിച്ചതാ. എന്നിട്ടിതാ ഈ ശവക്കച്ച കൊടുത്തോ. ശ്മശാന സൂക്ഷിപ്പുകാരനെ ഇത് മതി. ഇവിടെ കഴിഞ്ഞു. ആൾക്കാർ വായ്ക്കരിയിടുന്ന ചോറ് ഭക്ഷിക്കാം. ഇവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങാം. ഇടയ്ക്ക് ഞാൻ വരും. അപ്പോൾ ശവക്കൂലി വാങ്ങിച്ച പണം തന്നുകൊള്ളണം. എന്താ? ശരി. ഇപ്പൊ വിശ്രമിച്ചോളൂ. ശവം ഉള്ളപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കണം. എന്താ ഉണ്ണി, ഉറക്കം വരുന്നില്ലേ? ഇല്ലമ്മേ, ദേഹമൊക്കെ ചൊറിയുന്നു. നമ്മൾ എന്താ ഇനി കൊട്ടാരത്തിലേക്ക് മടങ്ങി പോകുന്നത്? വൈകാതെ പോകാം ഉണ്ണി. അച്ഛൻ കടമൊക്കെ വീട്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകാൻ വരും. അപ്പോൾ പോകാം. ഉറങ്ങിക്കോ ഉണ്ണി. 10 നാഴിക പുലരാനുള്ളപ്പോൾ എണീക്കേണ്ടതാ. ഇല്ല, ഞാൻ എണീക്കില്ല. എണീക്കണം ഉണ്ണി. എണീറ്റില്ലെങ്കിൽ യജമാനൻ നിന്നെ തല്ലുന്നത് എനിക്ക് കാണേണ്ടി വരും. അത് കാണാൻ എനിക്ക് കരുത്തില്ല കുഞ്ഞെ. കിടന്നു, ഞാൻ വീശി തരാം.
നാരായണ നാരായണ. നാരായണ നാരായണ. മഹർഷി വിശ്വാമിത്ര, ഉണരൂ. നാരദൻ വന്നിരിക്കുന്നു. പ്രണാമം നാരദ മഹർഷി. അങ്ങ് വീണ്ടും വിശ്വാമിത്രന്റെ ആശ്രമവാടത്തിലേക്ക് വന്നുവോ? മൂവുലക സഞ്ചാരിയായ ഈ നാരദന് വിശ്വാമിത്രാശ്രമം അപ്രാപ്യ മേഖല അല്ലല്ലോ മഹർഷി. പറയാം മഹർഷി. വിശേഷവിധിയായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആശ്രമത്തോളം പോയി വിശ്വാമിത്രന്റെ ആതിഥ്യം അനുഭവിച്ചു മടങ്ങാം. വിശേഷവിധിയായി ചിലതുണ്ട് മഹർഷി. എന്താണത്? പറഞ്ഞാലും. ഹരിചന്ദ്രന്റെ കാര്യം തന്നെ. നീതിമാനായ ഒരു രാജാവിനെയാണ് അങ്ങ് പീഡിപ്പിക്കുന്നത്. ദുഷ്ടന്മാരും ക്രൂരന്മാരുമായ രാജാക്കന്മാർ പന പോലെ വളരുമ്പോൾ അവർക്ക് നേരെ തിരിയേണ്ട ഒരു ബ്രഹ്മർഷി നീതിമാനായ ഈ രാജാവിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ഉചിതമാണോ മഹർഷി? ഇക്കാര്യത്തിൽ ഉചിതാനുചിതങ്ങളുടെ അതിർരേഖകൾ നാം ചിന്തിക്കുന്നില്ല. നമ്മുടെ ഈ ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ഹരിചന്ദ്രന്റെ നേർക്കല്ല, അത് വസിഷ്ഠന്റെ നേർക്ക് തൊടുക്കുന്ന അസ്ത്രങ്ങളാണ്. ഹരിചന്ദ്രന് ഏൽക്കുമ്പോൾ വസിഷ്ഠന് മുറിയും. വസിഷ്ഠനെ മുറിവേൽപ്പിക്കാൻ ഹരിചന്ദ്രനെ എയ്യുക, ഇതങ്ങയുടെ ഭീരുത്വമാണെന്ന് നാം പറയും. വസിഷ്ഠനെ നേർക്കുനേർ നിന്ന് എതിർക്കാൻ കഴിയാത്ത ബലഹീനത. അങ്ങ് വസിഷ്ഠനെതിരായ ഈ നിഴൽ യുദ്ധം അവസാനിപ്പിക്കണം. ആ രാജാവിനെ വിട്ട് വസിഷ്ഠനോട് നേരിട്ട് പൊരുതണം. അതുണ്ടായല്ലോ. കൊറ്റിയായും പൊന്മാനായും എത്ര കാലം ഞങ്ങൾ യുദ്ധം ചെയ്തു. പക്ഷെ ഇവിടെ കഥ അതല്ല നാരദരെ. ഹരിചന്ദ്രന്റെ പേരിലാണ് വസിഷ്ഠൻ അഹങ്കരിക്കുന്നത്. അത് അവസാനിപ്പിക്കാനാണ് വിശ്വാമിത്രന്റെ ഈ നിഴൽ യുദ്ധം. പക്ഷേ മഹർഷേ, അങ്ങയുടെ ഈ പീഡനങ്ങൾ ഹരിചന്ദ്രന്റെ യശസ് വർദ്ധിപ്പിക്കുകയുള്ളൂ, ഒപ്പം അങ്ങയുടെ യശസ്സിന് കളങ്കം ചാർത്തുകയും ചെയ്യും. അങ്ങ് അതോർത്ത് പ്രവർത്തിക്കുന്നത് ഉചിതമായിരിക്കും. നാരായണ നാരായണ. പ്രഭു, ഒരു സങ്കടം അറിയിച്ചുകൊള്ളട്ടെ. എന്താണ് ഭവതിക്ക് പറയാനുള്ളത്? പറയുക. ഹരിചന്ദ്ര മഹാരാജാവിന്റെ കാര്യം തന്നെ. അങ്ങയുടെ ആശ്രയം പോലും ഇല്ലാതിരുന്ന ഒരു ദുരിതകാലത്ത് എന്നെയും നമ്മുടെ മക്കളെയും ഊട്ടി പരിപാലിച്ച മഹാരാജാവിന്റെ പുത്രനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഇത്രയ്ക്ക് ക്രൂരത കാണിക്കേണ്ട ആവശ്യമുണ്ടോ മഹർഷേ? ദുരിതകാലത്ത് നിങ്ങളെ ഊട്ടി പരിപാലിച്ച മഹാരാജാവിനെ ഉടലോടെ സ്വർഗത്തിലെത്തിച്ച കഥ ഭവതി മറക്കുന്നു. പിന്നെ ഹരിചന്ദ്രന്റെ കഥ, അതിന്റെ പര്യവസാനം എങ്ങനെയാകുമെന്ന് നമുക്ക് നിശ്ചയമുണ്ട്. ഭവതി വ്യാകുലപ്പെടണ്ട. എല്ലാം നല്ലതിനാണെന്ന് ചിന്തിച്ചുകൊള്ളുക. നാരായണ നാരായണ. നാരദ മഹർഷിയോ? വന്നാലും മഹർഷേ, വന്നാലും. പ്രണാമം. പറഞ്ഞാലും മഹർഷേ, വസിഷ്ഠാശ്രമത്തിലേക്കുള്ള അങ്ങയുടെ ആഗമനത്തിന്റെ നിമിത്തം എന്താണ്? മറ്റൊന്നുമല്ല മഹർഷി, അങ്ങയുടെ പ്രിയപ്പെട്ട രാജാവ് അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് നാം ഇങ്ങോട്ട് പോകുന്നത്. അങ്ങ് അതിനെക്കുറിച്ച് ബോധവാനല്ലെന്നുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് തികച്ചും ബോധവാനാണ് മഹർഷേ. പക്ഷേ ധർമ്മപാശത്തിൽ കുരുങ്ങിപ്പോയ ഹരിചന്ദ്രനെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. പക്ഷേ മഹർഷേ, അങ്ങേക്കെങ്ങനെ കൈയൊഴിയാനാകുമോ? ഹരിചന്ദ്രനെതിരെയുള്ള വിശ്വാമിത്രന്റെ നീക്കം യഥാർത്ഥത്തിൽ ഹരിചന്ദ്രനെതിരെയല്ലെന്ന് അങ്ങേക്കറിയില്ലേ? അതെനിക്കറിയാം. അമരാവതിയിൽ വെച്ച് വിശ്വാമിത്രൻ എന്നോട് വാതുവെച്ചതാണത്. ഹരിചന്ദ്രന്റെ ശ്രേയസിൽ ശ്രദ്ധാലുവായ ഞാൻ തീർച്ചയായും ഇതിലിടപെട്ട് പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷെ മഹർഷേ, ഇക്കാര്യത്തിൽ ഞാൻ ഇടപെടുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ. വിശ്വാമിത്രന് എന്നോടുള്ള നീരസം അങ്ങേക്ക് അറിവുള്ളതല്ലേ? അതെ അതെ,
രണ്ട് മഹാഋഷിമാരുടെ അഹംബുദ്ധിയുടെ മധ്യത്തിൽപ്പെട്ട് ആത്മദുഃഖം അനുഭവിക്കാനാണ് ആ രാജാവിന്റെ വിധി. അപ്പോൾ ഹരിചന്ദ്ര മഹാരാജാവിനെ ഇങ്ങനെ പീഡാനുഭവങ്ങൾക്ക് വിട്ടുകൊടുക്കാനാണോ മഹർഷേ അങ്ങ് തീരുമാനിക്കുന്നത്? ഇത് ആരുടെയും തീരുമാനമല്ല മഹർഷേ. ഹരിചന്ദ്രന്റെ വിധിയാണിത്. വിധിയുടെ ഈ കറുത്ത ദിനങ്ങൾ പിന്നിട്ട് പുറത്തു വരുന്ന അദ്ദേഹം അത്യപൂർവമായ യശസ്സിന് പാത്രമാകും. വിശ്വാമിത്രന്റെ ധാർഷ്ട്യത്തെ നേരിടാനുള്ള മനക്കരുത്തില്ലാത്തതുകൊണ്ട് വസിഷ്ഠ മഹർഷി എല്ലാം വിധിയുടെ പേരിൽ വച്ചുകൊടുക്കുന്നു എന്നേ നമുക്ക് പറയാനുള്ളൂ. മഹർഷേ, ത്രികാലജ്ഞാനിയായ അങ്ങ് ഇപ്രകാരം പറയുന്നത് ഉചിതമല്ല. നാളെ ഹരിചന്ദ്രൻ എന്ത് സംഭവിക്കുമെന്ന് എന്നേക്കാൾ നന്നായിട്ട് അങ്ങേക്കറിയാം. എന്നിട്ടും ഈ രീതിയിൽ എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഹരിചന്ദ്രനോടുള്ള പ്രിയം കൊണ്ടല്ലെന്ന് മനസ്സിലാക്കാനും വസിഷ്ഠന് സാധിക്കും. വസിഷ്ഠ മഹർഷിക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. ഏതായാലും ഒന്ന് സത്യമാണ്, ശ്മശാനത്തിൽ കിടന്ന് ഹരിചന്ദ്രനും ആ ബ്രാഹ്മണ ഗൃഹത്തിൽ കിടന്ന് അദ്ദേഹത്തിന്റെ പത്നിയും പുത്രനും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സമാനമായി ഈ ഭൂമിയിൽ മറ്റൊരു ദുരിതമില്ല മഹർഷേ. നാരായണ നാരായണ. നാരായണ നാരായണ. ശുഭകാംക്ഷികൾ എന്ന ഭാവത്തിൽ നമ്മോടണയുന്നവർ യഥാർത്ഥത്തിൽ ശുഭം കാക്ഷിക്കുന്നവരല്ല. അരയന്നം പാലിലെ വെള്ളം നീക്കി പാല് കുടിക്കുന്നത് പോലെ നാം ശുഭകാംക്ഷികളിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിയുക.